ഗൈസ് അങ്ങനെ നമ്മൾ ഇരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഷോപ്പിൽ 2 ഫോൺ സെയിൽ ചെയ്യാണ്ട് കൊണ്ടുവന്നു. അതിലൊന്ന് ഐഫോൺ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെയും ഞാൻ അതങ്ങ് വാങ്ങി നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഇതാണ് iPhone 7 ആണ് ഈ സാധനം. 256 സ്റ്റോറേജ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മളങ്ങ് അതിശയപ്പെടുത്തുകയാണേ. നമുക്ക് നോക്കാം. ഇവരാണ് ഇതിൻ്റെ അവകാശി എന്ന് പറയണമല്ലോ. അതുകൊണ്ട് ലോക്കൊക്കെ അവർ തന്നെ എടുത്തു തന്നു. പിന്നെ സാധനം ഡിസ്പ്ലേ ഒറിജിനലാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ടേ. കണ്ടില്ലേ, പക്കാരി നല്ല ക്വാളിറ്റി ഉണ്ട് കാണാൻ. ഒറിജിനൽ ഡിസ്പ്ലേക്ക് മാത്രമേ ഈ ഒരു ക്വാളിറ്റിയിൽ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. പിന്നെ ഐക്ലോഡും കാര്യങ്ങളൊക്കെ അവർ റിമൂവ് ചെയ്ത് തരാമെന്നാണ് പറയുന്നത്. ഇനി ഇതിൻ്റെ വില ഒരു നിർണ്ണയം നടത്തണമല്ലോ, അതിൻ്റെ ബാക്കിലാണ്. ബോഡി കണ്ടീഷൻ എല്ലാം പൊളി ഒരു രക്ഷയില്ല. ബോഡി കണ്ടീഷൻ എല്ലാം കൊള്ളാം. അധികം വലിയ തെറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് ബാറ്ററി ഒന്ന് ചേഞ്ച് ചെയ്തതാണെന്നാണ് പറയുന്നത്. അപ്പോൾ ബാറ്ററി ചേഞ്ച് ചെയ്തുകൊണ്ട് മാത്രം അത് 100 ബാറ്ററി ഹെൽത്ത് ഉണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ മറ്റൊരു ഫോൺ ഉണ്ടായിരുന്നത്. ഇതാണ് A3, റെഡ്മിയുടെ A3. ഇതിൻ്റെ ഡിസ്പ്ലേ കംപ്ലൈൻ്റ് ആണ്. ബോർഡ് വിലയ്ക്ക് നമുക്ക് എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഞാൻ പിന്നെ അതിനൊരു 300 രൂപ റേറ്റ് ഇട്ട്. പിന്നെ കൺഫ്യൂഷനായിട്ട് നിൽക്കുന്നത് ഈ iPhone 7 ആണ്. 7 256 സ്റ്റോറേജ് എല്ലാം ഉള്ളൊരു അടിപൊളി സാധനം കേട്ടോ. ബാറ്ററി മാറിയതേ ഉള്ളൂ. എന്നാൽ ഇത് എത്ര രൂപയ്ക്ക് എടുക്കും എന്നുള്ളത് കൺഫ്യൂഷനിൽ നിൽക്കുമ്പോൾ ഞാൻ 2-3 കൂടി ചോദിച്ചു. തീരെ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ ഇല്ലാത്തൊരു സെറ്റ് ഐഫോണാണ്. വാങ്ങിച്ചു കഴിഞ്ഞാലും കുറച്ച് റീസെറ്റ് ഒക്കെ ചേരുമ്പോൾ കുറച്ച് ആപ്പുകളൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. എന്നാലും ഞാൻ ഒരു 2500 രൂപ